നമ്മൾ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അതിന്റെ പൈസ മുഴുവനായിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അല്ലെ, ആ ഒരു മേടിക്കുന്ന സമയത്ത് തന്നെ. പക്ഷെ ഷെയറിന്റെ കാര്യത്തിൽ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഷെയറിന്റെ പൈസയും വേണമെങ്കിൽ മേടിക്കുന്ന സമയത്ത് മുഴുവനായി നമുക്ക് കൊടുക്കാം. പക്ഷെ മിക്ക സിറ്റുവേഷനിലും ഇത് ഓരോ ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കും വാങ്ങിയെടുക്കുന്നത്. ആര്? കമ്പനി ഒരിക്കലും മുഴുവൻ പൈസയും ചോദിക്കത്തില്ല. ഷെയറിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞ് കുറച്ച് പൈസ മേടിക്കും. പിന്നീട് ഷെയർ നമുക്ക് അലോട്ട് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ച് പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കും. അതിനുശേഷം ഓരോ കോളുകളായി ബാക്കി പൈസ മേടിച്ചെടുക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷെയറിന്റെ വില 10 രൂപയാണെങ്കിൽ ഇതിൽ 2 രൂപ ആപ്ലിക്കേഷൻ സമയത്ത് മേടിക്കുന്നു, അടുത്ത 2 രൂപ അലോട്ട്മെന്റിന്റെ സമയത്ത് മേടിക്കുന്നു, അടുത്ത 2 രൂപ ഒന്നാമത്തെ കോള് നടത്തിക്കൊണ്ട് മേടിക്കുന്നു, അടുത്ത 2 രൂപ രണ്ടാമത്തെ കോളിലൂടെ മേടിക്കുന്നു, ഏറ്റവും അവസാനം ബാക്കിയുള്ള 2 രൂപ തേർഡ് ആൻഡ് ഫൈനൽ കോളിലൂടെ മേടിക്കുന്നു. കോളുകളുടെ എണ്ണം കമ്പനിക്ക് തീരുമാനിക്കാം. എപ്പോൾ മേടിച്ച് തീർക്കണമെന്നുള്ളതും കമ്പനിക്ക് തീരുമാനിക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഷെയറിന്റെ പേയ്മെന്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന KCB ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷന് ഈ വക കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടതാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതിന് വേണ്ടി ടെക് PSCയുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക.